നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ഓണപരീക്ഷയുടെ 6ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ നിങ്ങൾക്കൊരു കഥ തരും, എന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസിലുള്ള സെയിം വേർഡ് ഈ കഥയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ കഥ നന്നായിട്ട് വായിക്കണം. ഇതൊരു ട്രിക്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഥ തരും, എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. ഇവിടെ ഫ്രൂട്ട് സാലഡാണ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പിക്കിൾ ഉണ്ടാക്കാനായിരുന്നു, അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കണത് നല്ലതായിരിക്കും. പിന്നെ റീഅറേഞ്ച് ദ ഇവൻറ്റ്സ്. ഒരു ഇവൻറ്റ് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടാവും, അത് നിങ്ങൾ അറേഞ്ച് ചെയ്ത് എഴുതണം. ഓക്കെ, ഓർഡറിൽ എഴുതണം. ഇവിടെ നമ്മൾ സിൻഡ്രല്ലേൻ്റെ സ്റ്റോറിയിലെ കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഓർഡർ ആക്കിയിട്ട് എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വേർഡ് പസിലാണ്. ഈ പസിലുണ്ടാവും, നന്നായിട്ട് നോക്കുക. പ്ലേസ് നിയർ എ ഹൗസ് വെർ ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾ ആർ ഗ്രോൺ. അതെവിടെയാണ്? ഗാർഡൻ ആണല്ലേ. അപ്പോൾ ഓരോന്ന് നമ്പറിൻ്റെ കറക്റ്റ് സ്ഥലത്ത് തന്നെ എഴുതണം. പിന്നെ ഗ്രൂപ്പ് ഓഫ് ട്രീസ്, ഗ്രൂവ്സ്, അവിടെ ഹിൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ജിയും ഇയും തന്നിട്ടുണ്ട്, അപ്പോൾ ഗ്രൂവ്. ഓക്കെ, നെക്സ്റ്റ് സംതിങ് ലാർജ് ഇൻ ക്വാണ്ടിറ്റി, അത് പ്ലൻറ്റി ആണ്. ഓക്കെ, പ്ലൻറ്റി. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റലിജൻറ്റ്. ഇൻ്റലിജൻറ്റ് ക്ലവർ എന്ന് പറയും അല്ലേ, ക്ലവർ. രണ്ടാമത്തേത് ക്ലവർ. ഇനി ഓപ്പോസിറ്റ് ഓൾഡ്. ഓൾഡിൻ്റെ ഓപ്പോസിറ്റ് എന്താ? യങ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് തോട്ട്സ് ആണ്. ഗ്രാൻഡ് ഫാദറിൻ്റെ തോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഒരു പാസേജ് തന്നിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ തരും. പിന്നീട് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ തരും, അത് മറ്റൊരു ക്വസ്റ്റ്യനാണ്. പിന്നീട് വരുന്നത് നോട്ടീസ് ഉണ്ടാവും, പിന്നെ കോൺവെർസേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, മോഡൽസ്. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. 2019 ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലിതാ നമുക്കിതുപോലെ ഫസ്റ്റ് തന്നെ ഒരു കഥയാണ് തന്നിട്ടുള്ളത്, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ്. കഥ വായിച്ചിട്ട് വേണം ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ. പിന്നീട് കോൺവെർസേഷൻ പറഞ്ഞിട്ടുണ്ട്, അങ്കിളും ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നീട് ഇവിടെ ഡിസ്ക്രിപ്ഷൻ തന്നത് പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങളൊരു അച്ചാർ ഉണ്ടാക്കണം. ഓക്കെ, പിന്നെ അടുത്തത് വന്നിട്ട് തോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സിൻഡ്രല്ലയുടെ തോട്ട്സ് എഴുതാനാണ് 4ാമത്തെ ആക്ടിവിറ്റി. 5ാമത്തേത് ഒരു പാസേജ് തന്നിട്ട് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 6ാമത്തെ ആക്ടിവിറ്റി വന്നിട്ട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പു ആൻഡ് ഗ്രാൻഡ് ഫാദർ ആർ ഇൻ ദ ഗാർഡൻ. Appu shook the sandalwood tree with all his strength. Prepare 5 questions based on the picture. ഈ പിക്ചറിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഓക്കെ.